തിരുവെഴുത്ത് ധ്യാനത്തിനായിട്ട് യശയ്യാപ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ താൽപര്യപ്പെടുന്നു. യശയ്യാപ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് ഓർമ്മിപ്പിക്കുവാൻ താൽപര്യപ്പെടുന്നു. വായിക്കാം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മതിലിന്റെ മീതെ കൊടുങ്കാറ്റ് പോലെ അടിക്കുന്നതായ ഒരനുഭവത്തെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മതിൽ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സംരക്ഷണയെ കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ അല്ലെങ്കിൽ ആത്മീകമായിട്ട് നാം അത് പഠിക്കുമ്പോൾ യശയ്യാപ്രവചനം 60-ന്റെ 18-ാം വാക്യവും 61-ന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ രക്ഷയെയാണ് ദൈവം അതിന് മതിലാക്കി ദൈവം തന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദൈവ പൈതൽ സംരക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ രക്ഷയെ ദൈവം അവർക്ക് മതിലാക്കി തന്നിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ അതുകൊണ്ടാണ് ഈ രക്ഷയെ ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ ദൈവം അവർക്ക് മതിലാക്കി തന്നിട്ടുണ്ട്. ഈ മതിലിനെ തകർക്കുവാനാണ് ശത്രു പല പ്രതികൂലങ്ങളെ കൊണ്ടുവരുന്നത്. അതിന് എതിരായിട്ടാണ് പരീക്ഷകളെയും പ്രതികൂലങ്ങളെയും ശത്രു കൊണ്ടുവന്നിട്ട് ഈ ഭയങ്കരന്മാരുടെ ചീറ്റൽ കൊടുങ്കാറ്റ് പോലെ മതിലിന്റെ മീതെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യശയ്യാപ്രവാചകൻ അതിനെ വ്യക്തമായി പഠിപ്പിക്കുന്നത് 60-ന്റെ 18-ാം വാക്യവും 61-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നാം വായിക്കുമ്പോൾ വളരെ മനോഹരമായ ചില വിഷയങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രക്ഷയുടേതായ അനുഭവത്തെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് കൊണ്ട് 60-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഒരു വാഗ്ദത്തം ദൈവം അവർക്ക് നൽകുന്നു. വായിക്കാം. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല. എന്താ അതിന്റെ കാരണം? ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ എന്തെങ്കിലും നേടിയത് കൊണ്ടാണോ? ഒരിക്കലും അല്ല പ്രിയമുള്ളവർ. ദൈവമക്കൾ എപ്പോഴും ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഈ രക്ഷയെക്കുറിച്ചുള്ളതായ ഈ ദൈവത്തിന്റെ മതിലിനെ സംബന്ധിച്ചുള്ളതായ ആ ഒരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അടുത്തതായി നാം വായിക്കുന്നു. വായിച്ചാട്ടെ. നിന്റെ മതിലുകൾക്ക് രക്ഷയും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും നീ പേർ പറയും. അതുകൊണ്ട് നിന്റെ അതിരിനകത്ത് യാതൊരു ശൂന്യതയുണ്ടായിരിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതിന്റെ പേര് പോലും കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് തിരുവെഴുത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവമക്കളായി നമുക്ക് നൽകി തരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് എതിരായിട്ട് പരീക്ഷകളെ ശത്രു കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അത് എങ്ങനെയാണ് ആ പരീക്ഷയെ നമുക്ക് അതിജീവിക്കാം? ഈ മതിലിന് നേരെ ആഞ്ഞടിക്കുന്നതായ അല്ലെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് നേരെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നതായ രക്ഷാകരമായ ഈ ആത്മീക അനുഗ്രഹത്തിന് വിരോധമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് തരണം ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കും? തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാൽ ഇസ്രായേലിന്റെ മതിൽ ഇടിച്ചു കളഞ്ഞതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവരുടേതായ മതിൽ ഇടിച്ചു കളഞ്ഞു, വാതിൽ തീയിട്ട് ചുട്ടുകളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇവർ പ്രവാസത്തിൽ പോയതായ സമയത്ത് അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് അവരെ കൊണ്ടുപോകുവാനായിട്ട് ശത്രു കടന്നു വന്നപ്പോൾ യെരുസലേമിൻ്റെതായ മതിൽ പല രീതിയിലും തകർക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ശത്രുക്കൾ കടന്നു വന്ന യെരുസലേമിന്റെ മതിൽ തകർത്താണ് അവർ ആ പട്ടണത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നത്. നെഹമ്യാവിന്റെ പുസ്തകവും എസ്രായുടെ പുസ്തകവും ഒക്കെ നാം വായിച്ച് പഠിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം വായിച്ച് പഠിക്കുമ്പോൾ മതിലിന്റെ പ്രാധാന്യം എന്താണെന്ന് തിരുവെഴുത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം നമുക്കായി ഒരുക്കുന്നതായ മനോഹരമായ ഒരു അവകാശമാണ് യെരുസലേം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് പുതിയ യെരുസലേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ലോകത്തിലുള്ളതായ യെരുസലേമിനെ സംബന്ധിച്ചല്ല, ഒരു ആത്മീകമായ യെരുസലേമിനെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 21-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ആ മനോഹരമായ പട്ടണത്തെ സംബന്ധിച്ചും അതിൻ്റെ മതിലുകളെ സംബന്ധിച്ചും അതിൻ്റെ വാതിലിനെ സംബന്ധിച്ചും വളരെ വ്യക്തമായി യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ശത്രു എന്താണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്? മതിൽ തകർക്കുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ ഏറ്റവും വലിയ പ്ലാൻ. ദൈവത്തിന് സ്തോത്രം. മതിൽ തകർക്കപ്പെടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ഈ രക്ഷയെ സംബന്ധിച്ച്, കൂട്ടായ്മയെ സംബന്ധിച്ച്, ആത്മീക അനുഭവത്തെ സംബന്ധിച്ച് വേണ്ട അത്രതായ ഗൗരവം നാം അതിന് കൊടുക്കാറില്ല. കാരണം ലോകത്തിൽ ഒരുപാട് തിരക്കും. ലോകകാര്യത്തിന് ആരംഭ കാലഘട്ടങ്ങളിൽ രക്ഷയെ സംബന്ധിച്ച് നല്ല ബോധ്യം ദൈവമക്കൾക്കുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കപ്പെട്ടാൽ മതിയെന്ന് ചിന്തിച്ചതായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെടുവാൻ, മറ്റുള്ളവരെ രക്ഷയിലേക്ക് നടത്തുവാനുള്ളതായ ആഗ്രഹവും താല്പര്യം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ചില നാളുകൾ പിന്നിട്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായ ചില ഭരണാധികാരികൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, അത് ദിനവൃത്താന്ത 2 ദിനവൃത്താന്ത പുസ്തകം നാം വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ മതിൽ തകർക്കുവാനുള്ളതായ കാരണം ഇസ്രായേലിനെ, യഹൂദയെ, അവരെ ഭരിക്കുന്നതായ ഭരണാധികാരികൾ, ആ രാജാക്കന്മാർ, ദൈവത്തിന് സ്തോത്രം, ചിലരൊക്കെയും ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ അടച്ചു പൂട്ടി. ചിലരൊക്കെയും യാഗപീഠത്തെ അവർ മാറ്റി സ്ഥാപിച്ചു. അവരുടെ ഇഷ്ടമനുസരിച്ച് ചില യാഗപീഠം പണിതു വെച്ചിട്ട് അവിടെ ചെന്ന് ദൈവത്തെ ആരാധിച്ചാൽ മതി, യാഗമർപ്പിച്ചാൽ മതി എന്നുള്ളതായ തെറ്റായ ഉപദേശങ്ങൾ അവർ കൊണ്ടുവന്നു. ദൈവത്തിന്റെ ആലയമായിട്ടുള്ളതായ ബന്ധം ജനത്തിന്റെ ജീവിതത്തിൽ അറ്റുപോയി. അവരുടെ ജീവിതത്തിൽ പെസഹ ആചരിക്കുന്നത് അവർ വേണ്ട എന്ന് തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ആത്മീകമായ ചില കാര്യത്തിന് അകൽച്ചകൾ സംഭവിച്ചത് ചില രാജാക്കന്മാർ അവരെ ഭരിക്കുന്നതായ സമയത്തായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടങ്ങളിലാണ് അവർ പ്രവാസത്തിലേക്ക് പോകുമെന്നതായ പ്രവാചകന്മാരായ യിരെമ്യാവും ദൈവത്തിന് സ്തോത്രം യെശയ്യാ പ്രവാചകന്മാർ തുടങ്ങി ദൈവത്തിന് സ്തോത്രം അവരോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ പ്രവാസത്തിലേക്ക് പോകുവാനുള്ള കാരണത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യിരെമ്യാ പ്രവചനം നാം എടുത്ത് പഠിക്കുമ്പോൾ ഇവർ പ്രവാസത്തിൽ പോകുവാനുള്ളതായ കാരണത്തെ സംബന്ധിച്ച് യിരെമ്യാവും എസേക്കിയേൽ പ്രവാചകനും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവരുടെ നേരെ അവർ കല്ലെറിയുവാൻ തുടങ്ങി. ആത്മീകമായ കാര്യങ്ങൾ, ആത്മീകമായ അകൽച്ച സംഭവിക്കുമ്പോൾ, പ്രാർത്ഥന കുറയുമ്പോൾ, ആലയത്തോടുള്ള ബന്ധം കുറയുമ്പോൾ, യാഗമർപ്പിക്കുന്നതിന് മുടക്കം വരുത്തുമ്പോൾ, ദൈവത്തിന്റെ ശുശ്രൂഷകർ നമ്മെ ഉണർത്തുകയും അത് അരുത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അവരുടെ നേരെ കല്ലെറിയുവാൻ ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇത് കാലാകാലങ്ങളായി നടന്നതായ ഒരു സംഭവമാണ്. എന്നാൽ എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ തകർച്ചകളുണ്ടായി? എവിടെയാണ് ആരംഭിക്കുന്നത്? ചില ഭരണാധികാരികൾ അവരെ ഭരിച്ചപ്പോൾ, ചില രാജാക്കന്മാരെ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ ദൈവമേ, നിന്നെ അറിയാത്തതായ അനേക കർത്താക്കന്മാർ ഞങ്ങളുടെ മീതെ കർത്തൃത്വം നടത്തിയെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവർ വാതിൽ അടച്ചു. യാഗപീഠത്തെ മാറ്റി സ്ഥാപിക്കുവാൻ അവർ ശ്രമിച്ചു. ദൈവത്തിന്റെ ആലയത്തിൽ യാഗം അറ്റുപോയി എന്ന് പ്രവചന പുസ്തകത്തിൽ നമുക്ക് വായിച്ച് പഠിക്കുവാൻ സാധിക്കും. ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യെരുസലേമിലേക്ക് ശത്രുക്കൾ കടന്നു വന്ന് ദൈവത്തിന് സ്തോത്രം ഈ യെരുസലേമിന്റെ മതിൽ ഇടിക്കുവാൻ തുടങ്ങി. അവർ കടക്കുവാൻ പ്രധാനപ്പെട്ടതായ ചില സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവർ യെരുസലേം പട്ടണത്തിലേക്ക് കടന്നു വരുവാനുള്ളതായ ചില വാതിൽ തുറക്കുവാൻ ആദ്യമായി അവർ മതിലിടിച്ചു. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മതിൽ തകർന്നു കിടന്നത്. എങ്ങനെ മനസ്സിലാക്കുവാൻ ആർക്ക് സാധിച്ചു? പ്രവാസത്തിലായിരുന്നതായ യിരെമ്യാവ്, നെഹമ്യാവ് യെരുസലേം പട്ടണത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ പട്ടണത്തെ സംബന്ധിച്ചുള്ളതായ വാർത്ത താൻ കേട്ടപ്പോൾ താൻ കരഞ്ഞു പറഞ്ഞതായ ഒരു ഭാഗമാണ് നമുക്ക് വായിച്ച് കേൾക്കുവാൻ ഇടയായിത്തീരുന്നത്. 1-ന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ നെഹമ്യാവ് പറയുന്ന ആ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയാട്ട് നിങ്ങളുടെ രക്ഷയെ തകർത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? വായിക്കാം. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ
ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞിരിക്കുന്നു, അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്ക് മഹാകഷ്ടതയും അപമാനവും ദുഃഖവും ജീവിതത്തിൽ വരുത്തുവാനായിട്ടാണ് രക്ഷയെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ മഹത്തായ രക്ഷയ്ക്ക് വിരോധമായിട്ട്, ഈ മതിലിന് വിരോധമായിട്ട് ഈ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഈ ചീറ്റൽ മതിലിന് നേരെ കടന്നു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലങ്ങളെ ശത്രു കൊണ്ടുവരുന്നത് ഭൗമികമായിട്ടുള്ള നേട്ടങ്ങളെ തകർക്കുവാൻ വേണ്ടി അല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളുടെ ആത്മീകമായി ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ രക്ഷയുടെ പ്രത്യാശയെ, രക്ഷയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങളെ തകർത്ത് കളയുവാനായിട്ടാണ് ശത്രു നമ്മുടെ ജീവിതത്തിന് നേരെ, മതിലിന് നേരെ ചീറിക്കൊണ്ട്, അല്ലെങ്കിൽ ആ കൊടുങ്കാറ്റും പ്രതികൂലങ്ങളും നമ്മുടെ മതിൽ നേരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് അവർക്ക് അപമാനമായി തീരുന്നു, അവർക്ക് നിന്ദയായി തീരുന്നു. എന്നാൽ നെഹമ്യാവ് അവിടെ വന്നപ്പോൾ തനിക്ക് ബോധ്യമായി, ഇതിങ്ങനെ മുൻപോട്ട് പോയാൽ ഒരിക്കലും ഒരു വിമോചനമോ ഒരു വിടുതലോ കിട്ടുകയില്ല എന്ന് ആത്മാവിൽ തനിക്ക് വെളിപ്പാട് കിട്ടിയപ്പോൾ താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും ഈ മതിൽ പണിയണമെന്ന് താൻ ആഗ്രഹം തൻ്റെ ഉള്ളിലുണ്ടായി. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായിട്ടുള്ളതായ മതിൽ ശത്രു തകർത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു പുതുക്കം പ്രാപിച്ചാട്ട് ലോകത്തിലുള്ളതായ നിങ്ങളുടെ പണത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിനോ നിങ്ങളുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിനോ നിങ്ങളുടെ കുടുംബ ശ്രേഷ്ഠതയ്ക്കോ നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ ഒന്നിനും നമ്മെ സംരക്ഷിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം രക്ഷയെ മതിലാക്കുന്നത് മാത്രമല്ല, രാത്രിയും പകലുമായിട്ട് ഈ മതിലിന് മീതെ നിൽക്കുവാനായിട്ട് ദൈവം ചില കാവൽക്കാരെ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കാം. ചിലർക്ക് ദൈവസഭയുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലും ശുശ്രൂഷകരാണെന്ന്, അവരുടെ ഉദ്യോഗം എന്താണെന്ന്, ദൈവസഭയിൽ എന്തിനാണ് അവരെ ആക്കിയിരിക്കുന്നത് എന്നുള്ളത് പലരും മറന്നു പോകാറുണ്ട്. അതിനെക്കുറിച്ചുള്ളതായി തെറ്റിദ്ധാരണ പലരുടെ ഹൃദയത്തിലുണ്ട്. എന്നാൽ യെശയ്യാ പ്രവചനം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, യെരൂശലേമിന്റെ മീതെ രാത്രിയും പകലുമായി ദൈവത്തിന് സ്തോത്രം അതിന് യഥാസ്ഥാനം പടുവോളം ആ ദൈവം അതിന്റെ മതിൽ മീതെ കാവൽക്കാരെ ആക്കി വെച്ചിരിക്കുന്നതെന്ന് 62-ാമത്തെ ആയത്തിന്റെ 6-7 വാക്യങ്ങളിൽ നമുക്ക് വായിച്ച് പഠിക്കുവാൻ സാധിക്കും. എന്തിനാണ് ഈ കാവൽക്കാരെ ദൈവം ആക്കിയിരിക്കുന്നത്? വായിക്കാം. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടണം. അടുത്തത്, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം ഭൂമിയിൽ നീ ഒരു പ്രശംസാ വിഷയമായി മാറണം, നീ സ്ഥിരപ്പെടണം. അവന് സ്വസ്ഥത കൊടുക്കരുത്. കർത്താവേ, അവരെ വിടുവിക്കണം, ഇന്ന കുടുംബത്തെ അനുഗ്രഹിക്കണം, അവരെ യഥാസ്ഥാനപ്പെടുത്തണം, അവരുടെ ജീവിതത്തിൽ ആത്മീകമായി അവർ ഉറപ്പുള്ളവരായി തീരണം. എഫേസ്യർക്ക് ലേഖനം വായിക്കുമ്പോൾ സഭയിൽ 5 വിധമായ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരിക്കുന്നത് ലോകത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല. ലോകത്തിലെ അനുഗ്രഹം നന്മയൊക്കെയും നമ്മുടെ കൂടെ യാത്ര ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അതെല്ലാം ദൈവം നമുക്ക് നൽകിത്തരുമെന്ന് വാഗ്ദത്തമുണ്ട്. ഈ ദൈവത്തെയും ആത്മീകമായ അനുഭവത്തെയും വിട്ടിട്ട് ലോകത്തിന്റെ പിന്നാലെ ഓടിപ്പോയാൽ ഈ വാഗ്ദത്തവുമായി നിനക്ക് ഒരു ബന്ധം ഉണ്ടായിരിക്കുകയില്ല. ഒരുപക്ഷെ ലോകത്തിൽ എന്തെങ്കിലും നേടാം, എന്നാൽ അത് ഒന്നും ശാശ്വതമല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് രക്ഷയെ ദൈവം നമുക്ക് മതിലാക്കിക്കൊണ്ട് അതിൽ കാവൽക്കാരെ നിർത്തി വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മൾ യഥാസ്ഥാനപ്പെടണം. നമ്മൾ ആരും പൂർണ്ണപ്പെട്ടിട്ടില്ല, യഥാസ്ഥാനത്തിന് വേണ്ടി. അതുകൊണ്ടാണ് എഫേസ്യർക്ക് ലേഖനം വായിക്കുമ്പോൾ അത് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതായ പരിജ്ഞാനത്തിൽ ദൈവസഭയുടേതായ പൂർണ്ണതയ്ക്ക് വേണ്ടി, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിന്റെ ശരീരമായ സഭ ആ സമ്പൂർണത പ്രാപിക്കേണ്ടതിന് അവന്റെ യഥാസ്ഥാനത്തിന് വേണ്ടി എന്ന് നാം വായിക്കുന്നു. വായിച്ചു നോക്കാം. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം എടുത്ത് നിങ്ങൾ ഒന്ന് വായിച്ചാൽ അത് ദൈവസഭയുടെ ശുശ്രൂഷയുടെ പ്രത്യേകത അവിടെ നമുക്ക് കാണാം. വായിച്ചാൽ അത് നാം എല്ലാവരും
വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ളതായ പരിജ്ഞാനത്തിലുള്ളതായ ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളവും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ യെരൂശലേമിന്റെ യഥാസ്ഥാനത്തിന് വേണ്ടിയാണ് ദൈവം ശുശ്രൂഷകരെ ആക്കിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ ഈ ശുശ്രൂഷയാൽ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം ഞങ്ങളെയും യഥാസ്ഥാനപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ തിരുവെടുത്ത് നാം പഠിക്കുമ്പോൾ നിന്ദയും അപമാനവും ജീവിതത്തിൽ കടന്നു വരാതെ നമ്മെ സംരക്ഷിക്കുന്നത് ഈ രക്ഷയുടെ പ്രത്യാശയാണ്. ഈ രക്ഷയാകുന്ന മതിലാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇത് വലിയത് എന്ന് തിരുവെടുത്തിൽ നാം വായിക്കുവാൻ സാധിക്കും. കർത്താവ് നമുക്ക് തന്നതായ ഈ വലിയ രക്ഷയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുവാൻ നാം എത്ര പേർ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രക്ഷയെ ദൈവം നിനക്ക് മതിലാക്കി വെച്ചിരിക്കുന്നത് ഈ ഭയങ്കരന്മാരുടെ ചീറ്റൽ അതിന് മീതെ അത് മോതുമ്പോൾ അതിന് മീതെ ആഞ്ഞടിക്കുമ്പോൾ നീ തകർക്കപ്പെടാതെ നിലനിർത്തിയിരിക്കുന്നത് ഈ രക്ഷയാകുന്ന മതിലാണ്. എന്നാൽ യെരൂശലേമിന്റെ മതിൽ തകർന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒന്ന് അത് തകർന്നു പോകുവാനുള്ള ഒന്നാമത്തെ കാരണം ദൈവികമായ ഭരണത്തിൽ നിന്ന് മാനുഷികമായ ഭരണത്തിലേക്ക്, സ്വന്തമായ ആലോചനയിലേക്ക് ഇസ്രായേൽ ജനം, യഹൂദ ജനം അല്ലെങ്കിൽ അവർ കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ പ്രവാചകന്മാർ മുന്നറിയിപ്പ് കൊടുത്തു. അത് കാറ്റിൽ പറത്തിക്കളഞ്ഞിട്ട് അവർ മുൻപോട്ട് പോയപ്പോൾ മതിൽ തകർക്കപ്പെട്ടു. രണ്ടാമത് മതിൽ തകർക്കപ്പെടുന്നതിന്റെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. നെഹെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ സൻബല്ലത്തും ദോബിയായും പറയുന്ന ഒരു ഭാഗം ഇവരത് പണിയുവാൻ ശ്രമിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ മതിൽ തകർക്കുന്നത് എങ്ങനെയാണെന്ന് അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നാം വായിക്കുമ്പോൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേഗം വായിച്ചാട്ടെ. 4-ന്റെ 3-ാം വാക്യം. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമോന്യനായ തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവന്റെ കൺമതിൽ എന്ത് ചെയ്യും? മുറിഞ്ഞ് അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴും എന്ന് പറയുകയാണ്. കുറുക്കൻ എന്ന് പറയുന്നത് സാത്താന്റെ തന്ത്രങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ സാത്താന്യമായി ഉപായത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. കുറുക്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. ഉത്തമഗീതം 2-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ മുന്തിരിത്തോട്ടങ്ങളെ നശിപ്പിച്ചു കളയുന്നതായ അത് ചെറുകുറുക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. 2-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ നശിപ്പിക്കുന്നതായ, തകർക്കുന്നതായ, വഞ്ചിക്കുന്നതായ, ഉപായം പ്രയോഗിക്കുന്നതായ ഒരു ശക്തിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ സംരക്ഷണയെ തകർക്കുന്നതായ ശത്രുവിന്റെ എല്ലാ ഉപായത്തിൽ നിന്നും ദൈവമക്കൾ പുറത്തു വരേണ്ടത് ആവശ്യമാണ്. വായിക്കാം. വായിച്ചാണ്ട് വേഗമായി. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളെ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്നതായ. എന്താണ് ഈ മുന്തിരിവള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത്? 128-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. മുന്തിരിവള്ളിയെ നശിപ്പിച്ചു കളയുന്നതായ, മുന്തിരിവള്ളി നശിച്ചു പോയാൽ ഒരിക്കലും ഫലം ഉണ്ടാകില്ല. ദൈവമക്കൾ അത് ആത്മീയമായി മനസ്സിലാക്കിക്കൊള്ളണം. മുന്തിരിവള്ളിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ ചെറുകുറുക്കന്മാരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീക ജീവിതത്തെ, ആത്മീകമായിട്ട് ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തെ അറ്റുപോകുന്നതായ രീതിയിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളെ, മറഞ്ഞു കിടക്കുന്നതായ ശത്രുവിന്റെ ഉപായത്തെ നാം എന്ത് ചെയ്യണം? കണ്ടെത്തുന്നവരായിരിക്കണം. ഒന്ന് വായിച്ചു നോക്കാം. ദൈവത്തിന് സ്തോത്രം. അതേ 15-ാം അധ്യായം യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ മുന്തിരിവള്ളിയുമായിട്ട് നമുക്കുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നത്. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ വസിക്കുമ്പോൾ, ഈ മുന്തിരിവള്ളിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. എന്നാൽ 128-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായി മുന്തിരിവള്ളിയായിരിക്കും. ഇതിനെ നശിപ്പിച്ചു കളയുന്നതായ, അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ ശക്തികൾ, അല്ലെങ്കിൽ ഉപായം പ്രയോഗിക്കുന്ന ദുഷ്ടശക്തികൾ ആ കൺമതിൽ മീതെ നടക്കുമ്പോൾ
കിടക്കുമ്പോൾ അത് ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മതിലിനെ തകർക്കുന്ന ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഉപായത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായ സമയം നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ അനുഗ്രഹത്തെ, ആ മുന്തിരിവള്ളി, ആ തോട്ടത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ ആത്മീക നന്മയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ ഉപായത്തിൽ നിന്നും കർത്താവേ എന്നെ പുറത്തു കൊണ്ടുവരുന്നു ആഗ്രഹിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. മൂന്നാമതായിട്ട് ഈ മതിൽ തകർക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് 51 സങ്കീർത്തനത്തിന്റെ 12 വാക്യം വായിക്കുമ്പോൾ, രക്ഷയെ ദൈവം മതിലാക്കി തന്നിട്ടുണ്ടെങ്കിലും 51 12 വാക്യത്തിൽ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു ഭയാനമായ അവസ്ഥയിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് അവിടെ കാണാം. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല, അദ്ദേഹം ഒരു രാജാവായിരുന്നു. തനിക്ക് ഒരു കൊട്ടാരമുണ്ട്, തന്നെ സംരക്ഷിക്കുവാൻ ധാരാളം ജോലിക്കാരുണ്ട്, ധാരാളം അല്ലെങ്കിൽ യോദ്ധാക്കന്മാരുണ്ട്, യുദ്ധം ചെയ്യുവാൻ അത് യുദ്ധ പുരുഷന്മാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാലും തന്റെ ജീവിതത്തിൽ ഒരിക്കൽ തന്റെ രക്ഷയുടേതായ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നതായ പാപത്തിന്റെ ശക്തി തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ തന്നെടുമ്പാട് വീണ് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ദൈവത്തിന് സ്തോത്രം. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ അതേ അധ്യായത്തിന്റെ 18 വാക്യത്തിൽ ദാവീദ് പറയുന്നു, യെരൂശലേമിന്റെ മതിൽ നീ പണിയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വായിച്ചാട്ട് ആ വേദഭാഗം കൂടെ ഒന്ന് വായിക്കാം. യെരൂശലേമിന്റെ മതിൽ നീ പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 51:18 വാക്യം വായിക്കാം. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. യെരൂശലേമിന്റെ മതിലുകളെ നീ പണിയണമേ. ശത്രു കടന്നു വന്ന് അതെ യെരൂശലേമിനെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ദാവീദിന്റെ ഒരു പ്രാർത്ഥന യെരൂശലേമിന്റെ മതിൽ പണിയണമെന്നാണ്. നിന്റെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ ഒരു ദൈവിക സംരക്ഷണം നമുക്ക് ആവശ്യമെന്ന് നാം ബോധ്യമുള്ളവരായി നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മതിൽ ദൈവമാണ് പണിയേണ്ടത്. ദൈവം പണിയുന്നുവെങ്കിൽ ശത്രു ഒരിക്കലും അതിനകത്ത് കടക്കുകയില്ല എന്ന് യോബിന്റെ പുസ്തകം 1 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. സാത്താൻ വന്ന് യോബിന്റെ ഭവനത്തെ ചുറ്റും നടന്ന് നോക്കിയിട്ട് പോയപ്പോൾ ഭക്തനായ യോബിന് ഇതൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ദൈവഭക്തരാണ്, ദോഷമിട്ടകന്ന് ജീവിക്കുന്നവരാണ്, നേരുള്ളവരാണ്, നിഷ്കളങ്കരാണ്, കാര്യങ്ങളെല്ലാം ശരിയാണ്. എന്നാൽ നിങ്ങളുടെ ഭവനത്തെ ചുറ്റും സാത്താനീ ശക്തികൾ ചുറ്റി നടന്ന് നോക്കുന്നു എന്ന വെളിപ്പാട് എത്ര ദൈവമക്കൾക്കുണ്ട്, എത്ര ദൈവമക്കൾക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ചുറ്റി നടക്കുന്നതായ ശക്തി അകത്ത് കയറാതിരിക്കുവാനുള്ളതായ ഒറ്റ ഒരു കാരണം മാത്രമേ ഉള്ളൂ. അത് ശത്രുവിനും അറിയാം, ദൈവത്തിനും അറിയാം. എന്നാൽ നമുക്കറിഞ്ഞുകൂടെ. നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ ഈ മതിൽക്കെട്ടിനകത്ത് താമസിക്കുന്നത് കൊണ്ട്, നല്ല ബലവത്തായ ഒരു വീട് പണിത് അതിനകത്ത് താമസിക്കുന്നത് കൊണ്ട്, വീടിനെ ചുറ്റും വീടിന്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായ തടി കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നല്ല വാതിലൊക്കെ പണിത് വെച്ചിരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നവർ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശത്രുവിന് ഇതൊന്നും കാര്യമൊന്നും അല്ല. ദൈവം പണിതിട്ടുള്ളതായ മതിൽക്കെട്ടിനകത്ത് താമസിക്കുന്ന ഒരു ദൈവമൈതലിനെ ലോകത്തിൽ ഒരു ദൂഷണം തൊടുകയില്ല എന്ന് ഈ തിരുവെഴുത്ത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മതിൽ തകർക്കുവാൻ ശത്രു നോക്കുന്നതിന്റെ കാരണം നിന്റെ അനുഗ്രഹത്തെ നശിപ്പിച്ച് കളയേണ്ടതിന്, നിന്റെ നന്മയെ നശിപ്പിച്ച് കളയേണ്ടതിന്, നിന്റെ സ്വസ്ഥതയെ നശിപ്പിച്ച് കളയേണ്ടതിന്, നിന്റെ കുടുംബത്തിന്റെ ആത്മീക ഭൗമികമായ അനുഗ്രഹങ്ങളെ ഇല്ലാതെയാക്കി തീർക്കേണ്ടതിന്. അതുകൊണ്ട് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊള്ളണം. ഇവിടെ നാം വായിക്കുമ്പോൾ മതിൽ തകർക്കുവാനായിട്ട് ശത്രു ശ്രമിച്ചാൽ ഒരിക്കലും സാധിക്കുകയില്ല. വായിച്ചാട്ട് 10 വാക്യം നമുക്കൊന്ന് വായിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. വേഗം വായിച്ചിട്ട് മുൻപോട്ട് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. വായിച്ചാട്ടെ. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ദൈവത്തിന് സ്തോത്രം. നീ അവനും അവനുള്ളതൊക്കെയും നീ വേലി കെട്ടിയിട്ടില്ലയോ? ദൈവം വേലി കെട്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മതിലിനകത്ത് ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. ശത്രുവിന് കയറാൻ പറ്റുന്നില്ല, ശത്രുവിന് കടക്കാൻ പറ്റുന്നില്ല. ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു ദൈവഭക്തൻ താൻ
വ്യാപാരം ചെയ്തിട്ട് താൻ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് തന്റെ ദേശത്തിലേക്ക് താൻ മടങ്ങി പോകുമ്പോൾ അവനെ അനുഗമിക്കുന്നതായ ശത്രുവിന്റെ കൂട്ടം ഇങ്ങനെ പലരും യാത്ര ചെയ്യുന്നത് കൊണ്ട് പകൽ സമയത്ത് ഒരിക്കലും അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതായ നിക്ഷേപത്തെ അപഹരിക്കുവാനായിട്ട് അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇരുട്ടാകുവാൻ അവർ നോക്കിയിരുന്നു. എന്നാൽ ഈ ദൈവഭക്തൻ ഇരുട്ടാകുമ്പോൾ തന്റെ തോളിലുള്ളതായ പാണ്ടക്കെട്ടെടുത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് താൻ അടുത്തിരുന്ന് മുട്ടുമേൽ നിന്ന് താൻ പ്രാർത്ഥന തുടങ്ങും. രാത്രിയിൽ താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുട്ടാകുമ്പോൾ ഇത് അപഹരിക്കുവാൻ ആഗ്രഹിച്ചതായ ശത്രുവിൻ്റെതായ ഭാഗത്തുള്ളത് അല്ലെങ്കിൽ ശത്രുക്കൾ അടുത്തു വരുമ്പോൾ അവർ കണ്ടതായ ഒരു കാഴ്ച, 2 ദിവസവും അവരത് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് ചുറ്റും ഒരു തീ കൊണ്ടുള്ളതായി മതിലുണ്ട്. അവർക്ക് അടുക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 3-ാമത്തെ ദിവസമായപ്പോൾ അദ്ദേഹം യാത്ര ചെയ്ത് മുൻപോട്ട് പോയി. ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. താൻ അവിടെ കിടന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങിയപ്പോൾ ശത്രുക്കൾ അടുത്തു വന്നു. എന്നാൽ തന്റെ നിക്ഷേപത്തെ അവർ അപഹരിക്കാനല്ല വന്നത്. അദ്ദേഹത്തെ തട്ടി ഉണർത്തിയിട്ട്, ദൈവത്തിന് സ്തോത്രം, 2 ദിവസമായി ഞങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ അടുക്കളയ്ക്ക് കടന്നു വന്നത് ഈ നിക്ഷേപം കൊണ്ടുപോകുവാൻ വേണ്ടിയാണ്. എന്നാൽ 2 ദിവസവും ഞങ്ങൾ വന്നപ്പോൾ ഒരു തീ മതിലിന്റെ ഉള്ളിൽ അങ്ങ് ആയിരിക്കുന്നു. ഞങ്ങൾക്ക് അടുക്കുവാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ എത്രയോ പേരുടെ നന്മയെ അപഹരിച്ച് ഈ മരുഭൂമിയിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ നിന്റെ അടുക്കിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. 3-ാമത്തെ ദിവസം ആ മതിൽക്കെട്ട് ഇല്ലായിരുന്നു. എന്ത് സംഭവിച്ചതിന്റെ കാരണം പറയുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അന്ന് ദൈവസന്നിധിയിൽ തനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾക്ക് മതിൽക്കെട്ട് തന്നിട്ടുണ്ട്. എത്ര ഭവനങ്ങളിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവിക മതിൽ അവിടെ ഉണ്ടായിരിക്കും. ഒരു ശത്രു നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിൽ കടക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ മതിലിന്റെ ഉള്ളിൽ ദൈവം നമ്മെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഈ മതിലിനെ തകർക്കുവാനാണ് ഏത് സമയത്തും ശത്രു പോരാടിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയാകുന്ന മതിൽ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ അഗ്നി മതിൽ, ദൈവം കെട്ടിവെച്ചിരിക്കുന്നതായ ഈ മതിലിനെ തകർക്കുവാൻ ശത്രു പലപ്പോഴും നമുക്കെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് നാം വായിച്ചു കേട്ടത്. മതിലിന് മീതെ അത് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം സമ്മതിക്കുകയില്ല. അടുത്തതായിട്ട് 30-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, 25-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചിട്ട് യെശയ്യാ പ്രവചനം 30-ന്റെ 15-ാം വാക്യം വായിക്കാം. ദൈവത്തിന് സ്തോത്രം. വേഗം വായിച്ചാട്ടെ. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും. ദൈവത്തിന് സ്തോത്രം. ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, കൊടുങ്കാറ്റിൽ അവൻ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ 1-ാമത് നാം വായിച്ചു കേട്ടതായ ആ വേദഭാഗം ഇംഗ്ലീഷിലും മറ്റുള്ളതായ പരിഭാഷകളിൽ സ്ട്രെങ്ത് അഥവാ ബലം എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്ക് പരീക്ഷകൾ വരുമ്പോൾ ദൈവം തന്റെ ബലത്തെ ദൈവം അവർക്ക് നൽകി തരികയാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ ബലം കൊണ്ട് നീ ഒരിക്കലും നിന്റെ നേരെ ആഞ്ഞടിക്കുന്നതായ ഈ കൊടുങ്കാറ്റിൽ നിന്നും ഈ പ്രതികൂലത്തിൽ നിന്നും നിനക്ക് അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം നിന്നെ ബലപ്പെടുത്തുന്നു. ഇംഗ്ലീഷിൽ നാം അത് വായിച്ചാൽ ബലം അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. മറ്റുള്ള പരിഭാഷകളിലും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഏത് പ്രതികൂലം വരുന്നുവോ അപ്പോൾ ദൈവം നിന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവമക്കൾ ബലം പ്രാപിക്കുന്നതായ 5 വിഷയത്തെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ നിന്ന് വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോകുവാൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ നമുക്ക് ബലശാലികളായി, നമ്മുടെ പ്രശ്നങ്ങൾക്ക് മുമ്പേ ബലശാലികളായി എങ്ങനെ നമുക്ക് മാറാം? 30-ന്റെ 15-ാം വാക്യം യെശയ്യാ പ്രവചനം 1 വായിച്ചു നോക്കാം. 30-ന്റെ 15-ാം വാക്യം വായിച്ചാട്ടെ. ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഒന്ന് മടങ്ങി വരേണം, മനം തിരിഞ്ഞവർ രക്ഷിക്കപ്പെടണം. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് വിശ്രമിക്കുന്നതും ആശ്രയിക്കുന്നതിലുമാണ് നിന്റെ ബലം.
നിന്റെ ജീവിതത്തിൽ ഒരു വിശ്രാമം ഉണ്ടായിരിക്കണം. 2, നിന്റെ ജീവിതത്തിൽ ദൈവത്തിലുള്ളതായ ആശ്രയം ഉണ്ടായിരിക്കണം. എങ്കിൽ നീ ശത്രുവിന് നേരെ ഒരു ബലശാലിയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എങ്കിൽ ഈ കൊടുങ്കാറ്റും പ്രതികൂലങ്ങളും നിന്റെ മതിൽ നേരെ ആഞ്ഞടിക്കുമ്പോൾ നീ ഒരു ബലശാലിയായിരിക്കും. നീ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതൽ ഒരിക്കലും ബലഹീനപ്പെടുകയില്ല. ഒരിക്കലും അവർ ബലഹീനപ്പെടുകയില്ല. കാരണം ദൈവത്തിന് സ്തോത്രം, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിട്ട് ജീവിക്കുന്നതായ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, അവർ ഭാഗ്യവാന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ വന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കാരണം? അവർ ദൈവത്തിലുള്ള ആശ്രയത്തിൽ ജീവിക്കുന്നവരാണ്. ആശ്രയിക്കുന്നതിലും വിശ്രമിക്കുന്നതിലും ദൈവം നിന്നെ ബലശാലിയാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായി നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവാണ് നമ്മുടെ ബലം എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഒന്ന് വായിച്ചാട്ടെ, 1-ന്റെ-24-ാം വാക്യം വായിക്കാം. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. ദൈവത്തിൻ്റെതായ ബലത്തെ സംബന്ധിച്ച് ദൈവമാണ്, ക്രിസ്തുവാണ് നമ്മുടെ ബലം എന്നാണ് മറ്റുള്ള പരിഭാഷകളിൽ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മീകമായ ജീവിതത്തിൽ ക്രിസ്തു നമ്മുടെ ബലമായി തീരണം. നമ്മുടെ ബലം അത് ക്രിസ്തുവായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 23, 24 ഈ വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചാട്ടെ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും. ദൈവശക്തി എന്നാണ് പറഞ്ഞത്. ദൈവശക്തി അല്ലെങ്കിൽ ക്രിസ്തു ഞങ്ങളുടെ ബലം ഏതാണ്? ദൈവത്തിന് സ്തോത്രം. ദൈവപുത്രനായ ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൽ ബലമായി തീരേണ്ടത്. ഏത് പ്രതികൂലങ്ങളിലും നമ്മെ ബലപ്പെടുത്തുന്ന, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ബലപ്പെടുത്തുന്നത്, എന്നെ ശക്തീകരിക്കുന്നതായ ക്രിസ്തു എന്ന് ക്രിസ്തുവിനെ കുറിച്ച് താൻ പറയും. ദൈവത്തിന് സ്തോത്രം. 1, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിൽ നാം ബലശാലികളായി തീരുന്നു. 2, ക്രിസ്തുവാണ് നമ്മുടെ ദൈവം. ആ ക്രിസ്തുവിൽ നാം ആയിരിക്കുമ്പോൾ നാം ഒരിക്കലും ബലഹീനരല്ല, നാം ബലശാലികളായിരിക്കും. അടുത്തതായി നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ കൃപയിൽ കൂടെ നാം ബലം പ്രാപിക്കുന്നവരായിരിക്കണം. ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. ദൈവത്തിന് സ്തോത്രം. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ, എന്റെ മകനെ തിമോത്തിയോസേ, കർത്താവായ യേശുവിലും അവന്റെ കൃപയിലും നീ എന്ത് ചെയ്യണം? ശക്തിപ്പെടുന്നവനായിരിക്കണം. കൃപയിൽ ശക്തിപ്പെട്ടുകൊണ്ട് വേണം ഒരു ദൈവവൈതൽ ജീവിക്കുവാൻ. നീ ബലശാലിയായി തീർന്നില്ലെങ്കിൽ നിന്റെ മീതെ ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കത്തില്ല. വായിച്ചാട്ടെ, 2-ാം ലേഖനം 2-ന്റെ-1-ാം വാക്യം വായിക്കാം. എന്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. ഇന്ന് പല കൃപയുണ്ട്. നിങ്ങൾ പോകുമ്പോൾ വാഹനങ്ങളിലൊക്കെ പലരും കൃപ, ഇന്നാന്റെ പേര് പറഞ്ഞ് കൃപ എന്ന വാക്ക് എഴുതിയിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചു, ഈ വചനം വായിക്കുമ്പോൾ ക്രിസ്തു യേശുവിലുള്ള കൃപയെന്ന് പ്രത്യേകിച്ച് പൗലോസ് പറയണമെങ്കിൽ ആ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ളതായി കൃപയെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടേതായ പേര് ചേർത്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ പല സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ അതെ, പല വാഹനങ്ങളിലും ഇങ്ങനെയുള്ളതായ വാക്കുകൾ എഴുതി ചേർത്തിട്ടുണ്ട്. ശത്രു ദൈവമക്കളെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി, അവന്റെ മനസ്സിനെ തിരിച്ചു കളയുവാൻ വേണ്ടി അത് ചെയ്യുന്നതായ അവന്റെ ഉപായമാണ് എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. പൗലോസ് പറഞ്ഞു, ക്രിസ്തു യേശുവിലുള്ളതായ കൃപയിൽ നീ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. നിന്റെ മീതെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നതായ ഭയങ്കരന്മാരുടെ ചീറ്റൽ ആ മതിൽ നേരെ ആഞ്ഞടിക്കുമ്പോൾ നീ ക്രിസ്തു യേശുവിലുള്ളതായ കൃപയിൽ നീ ശക്തിപ്പെടുമ്പോൾ, ബലപ്പെടുമ്പോൾ നിനക്കതിനെ അതിജീവിക്കുവാൻ സാധിക്കും. അടുത്തതായി നാം തിരുവെഴുത്തിൽ പഠിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഒരു ദൈവപൈതലിന്റെ ബലം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, വിശ്വസിക്കുന്ന നമുക്കോ അത് ദൈവശക്തി, ദൈവ ബലമാകുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ക്രൂസിന്റെ ഉപദേശമാണ്. ദൈവത്തിന് സ്തോത്രം.
കാൽവരി ക്രൂസ് ഇല്ലാതെ ക്രിസ്തീയ ജീവിതം ഇല്ല. കാൽവരി ക്രൂസിനെ നോക്കാത്തതായ ഒരു ശുശ്രൂഷകരോ അല്ലെങ്കിൽ ഒരു ദൈവവൈതലോ ഒരിക്കലും അവർ ബലം പ്രാപിപ്പാൻ സാധിക്കത്തില്ല. ഇന്ന് അനേകരുടെ കണ്ണുകളെ ശത്രു കുരുടാക്കി വെച്ചിരിക്കുന്നത് യേശുവിൽ കൂടെ ലോകത്തിലെ നന്മയും അനുഗ്രഹവും ഉയർച്ചയും, ദൈവത്തിന് സ്തോത്രം, 5 അപ്പം 5000 പേരെ പോഷിപ്പിച്ചതായ യേശുവിനെ നോക്കുവാനാണ് പലരും ആഗ്രഹിക്കുന്നത്. രോഗിയെ തൊട്ട് സൗഖ്യമാക്കി യേശുവിനെ നോക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതെല്ലാം ആവശ്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അനവധിയായ നന്മകൾ, അനുഗ്രഹങ്ങൾ പത്രോസിന്റെ പടകിൽ കയറി 2 പടക് നിറച്ച് മത്സ്യം പിടിക്കുവാൻ സഹായിച്ചതായി യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നന്മ കിട്ടും. ആ യേശുവിനെ നോക്കുവാനാണ് പലരും ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. രോഗസൗഖ്യവും ഭൗമിക നന്മകളും ഭൗമികമായ അനുഗ്രഹങ്ങളും നൽകിയതായി യേശുവിൻ്റെതായി ചിത്രം വരച്ച് പലരും അത് അവിടെയായി തൂക്കിവെച്ച് അതിന് മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നു, അത് വിശ്വസിക്കുന്നവർക്ക് കാൽവരി ക്രൂസ് എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ശക്തിയാണ്. നിന്റെ ജീവിതത്തെ നിനക്ക് വിരോധമായി, നിന്റെ ആത്മീകത്തിന് വിരോധമായി പോരാടുന്ന സകല ദുഷ്ടശക്തിയെയും ജയിച്ചത് ഈ കാൽവരി ക്രൂസ് ആണെന്നുള്ള ആ വെളിപ്പാട് ഒരു ദൈവവൈതന്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ പൗലോസ് കൊളോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ കാൽവരി ക്രൂസിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് 2-ാമത്തെ ആയത്തിൽ താൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം എപ്പിച്ച് ദൈവത്തിന് സ്തോത്രം, അത് യേശു കാൽവരി ക്രൂസിൽ അവയുടെ മീതെ ജയ ഉത്സവം ആചരിച്ചു എന്ന് നമുക്ക് കാണാം. ഒന്ന് വായിക്കാം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂസിലാണ് അവർ അവരുടെ മേൽ ജയ ഉത്സവം ആചരിച്ചത്. വാഴ്ചകളും അധികാരങ്ങളും ഇന്ന് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തെ ഭരിക്കുന്നതായി അതേ ദുഷ്ടശക്തി ദൈവസഭയെയും ദൈവജനത്തെയും ദൈവമക്കളുടെ മീത് ഈ ആധിപത്യം നടത്തുമ്പോൾ ജയം പ്രാപിപ്പാൻ ഒരേ ഒരു മാർഗം, അത് കാൽവരി ക്രൂസാണ്. അവിടേക്ക് നോക്കുമ്പോൾ നിന്റെ ഭവനത്തെ വാഴുന്നതായ വാഴ്ചയുടെയും അധികാരത്തിന്റെയും ശക്തിയെ ജയിക്കുവാൻ നീ കാൽവരിയിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് ഉയർന്നു വരും. എന്തായിരിക്കും ആ വെളിപ്പാട്? ആയുധവർഗം എപ്പിച്ചിട്ട് കാൽവരി ക്രൂസിൽ അവയുടെ മീതെ ഒരു ജയ ഉത്സവം ആചരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് നീ ഏറ്റുപറയുമ്പോൾ ബലഹീനപ്പെട്ട് ശത്രുവിന് മുൻപിൽ അത് നിരാശപ്പെട്ടിരിക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ധൈര്യം ദൈവം നൽകും. കാൽവരി ക്രൂസ് മരണം എന്റെ ജയത്തിന്റെ അനുഭവമാണെന്ന് ആ വെളിപ്പാട് നമുക്ക് നൽകുമ്പോൾ തീർച്ചയായും നാം ജയം പ്രാപിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രം, ഞാനോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂസിലല്ലാതെ മറ്റൊന്നിലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, പ്രശംസിപ്പാൻ എനിക്ക് ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. കാൽവരി ക്രൂസ് അപ്പോസ്തലന്റെ പ്രശംസയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. തന്റെ പ്രസംഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ അത്ര ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ പ്രസംഗം, തന്റെ ശുശ്രൂഷ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവായിരുന്നു. ക്രൂസിനെ സംബന്ധിച്ചും വെളിപ്പാടായിരുന്നു. കാൽവരി ക്രൂസിൽ ക്രിസ്തു നമുക്ക് വേണ്ടി നിവർത്തിച്ചതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞിട്ട് അവൻ തല ചായ്ച്ചത് തനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. ഇന്ന് പകൽക്കാലം അത് നീ വിശ്വസിക്കുമ്പോൾ നീ എത്ര ബലഹീനനോ എത്ര ബലഹീനയാണെങ്കിലും ദൈവത്തിന്റെ ശക്തി ആ കാൽവരി ക്രൂസിൽ നിന്ന് നിന്റെ ഉച്ച മുതൽ പാദം വരെയും അത് വ്യാപരിക്കുമ്പോൾ വാഴ്ചകളും അധികാരങ്ങളും നിന്നെ കണ്ട് ഭയപ്പെടാൻ തുടങ്ങും. നിന്നെ കണ്ട് ഭയപ്പെടാൻ തുടങ്ങും. ലോകത്തെ ഭരിക്കട്ടെ, ലോക രാജ്യങ്ങളെ ഭരിക്കട്ടെ, അത് ഒരിക്കലും ദൈവസഭയെ ഭരിക്കുവാൻ, ദൈവമക്കളെ ഭരിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കാൽവരി ക്രൂസിൽ അവയുടെ മീതെ ജയ ഉത്സവം ആചരിച്ചവനായ ദൈവപുത്രൻ കാൽവരിയിലേക്ക് നോക്കിയ ദൈവമക്കളെ ആ രക്തത്താൽ വീണ്ടെടുത്തവൻ ഈ ജയത്തെ നമുക്ക് അവകാശമായി തന്നിരിക്കുന്നത് കൊണ്ട് നീ അവയുടെ മീതെ ജയോത്സവം ആചരിച്ചു കഴിഞ്ഞു. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. സാത്താനിയ കോട്ടകൾ തകരട്ടെ, വാഴ്ചകൾ അധികാരങ്ങൾ തകരട്ടെ, ദൈവമക്കൾ ജയാലികളായി തീരട്ടെ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വാഴ്ചകൾ അധികാരങ്ങൾ ആയുധം വെച്ച് പരാജയപ്പെട്ടു പോയ സ്ഥാനത്ത് അത് വന്നിട്ട് നിന്നെ ഭയപ്പെടുത്തുമ്പോൾ നീ ഒരിക്കലും നിരാശപ്പെടരുത്. കാൽവരി ക്രൂസിന്റെ ഉപദേശം അത് ദൈവശക്തിയാണ്.
ദൈവത്തിന് സ്തോത്രം. അടുത്തതായി എബ്രായർക്ക് ലേഖനം 11-ാം 34 വാക്യം വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് തന്റെ ലേഖനത്തിൽ വിശ്വാസ ജീവിതം ചെയ്യുന്നവർ ഒരിക്കലും ബലഹീനരല്ല, അവർ ശക്തന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 34 വാക്യം ഒന്ന് വായിക്കാം. തീയുടെ ബലം കെടുത്തു വിശ്വാസത്താൽ. അതിന്റെ മേലത്തെ വാക്യം ചേർത്ത് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. വിശ്വാസം എന്ന് പറയുന്നത് രാജ്യത്തെ അടക്കുന്നതായ ഒന്നാണ്. ദൈവത്തിന് സ്തോത്രം. സാധാന്യ രാജ്യത്തെ അടക്കുവാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ ദൈവത്തെ വിശ്വസിക്കുന്നവർക്കാണ്. നാം ആയിരിക്കുന്നതായ പട്ടണത്തിൽ, ആ പഞ്ചായത്തിൽ, ആ വാർഡിൽ ദൈവത്തിന് സ്തോത്രം പ്രവർത്തിക്കുന്നതായ ദുഷ്ടശക്തികളെ അടക്കുവാനാണ് ദൈവം നിങ്ങൾക്ക് അഭിഷേകം തന്നിരിക്കുന്നത്. ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ, ചില ദുഷ്ടശക്തികളുടേതായ ആ പോരാട്ടങ്ങൾ ദൈവമക്കൾക്ക് അനുഭവപ്പെടുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവരുടെ പ്രാർത്ഥന കൊണ്ട്, അവരുടെ ആത്മനിറവ് കൊണ്ട്, അവരുടെ സമർപ്പണം കൊണ്ട് ആ ശക്തികൾ എന്നേക്കുമായി പരാജയപ്പെട്ട് ഓടിപ്പോകുന്നതായ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നതായ എത്രയെത്രയോ സാക്ഷ്യം, എത്രയെത്രയോ അനുഭവങ്ങൾ പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷക്കാരായി ഞങ്ങൾ സ്ഥലം മാറി പോകുമ്പോൾ, പുതിയ സ്ഥലത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആ ദേശത്തിന്റെ ആധിപത്യം വഹിക്കുന്നതായ ദുഷ്ടശക്തികൾ ഞങ്ങളുടെ അടുക്കലും കടന്നു വരാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർക്കറിയാം എന്തിനു വേണ്ടി ഒരു ശുശ്രൂഷകനെ അയച്ചിട്ടുണ്ട്, അവരെന്ത് ചെയ്യാൻ പോകുന്നു, അത് മുഖാന്തരം ആർക്കെല്ലാം വിടുതലുണ്ടാകും, അവരുടെ ശുശ്രൂഷ കൊണ്ട് ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ദുഷ്ടശക്തികൾക്ക് അറിയാവുന്നത് കൊണ്ട് ഭയപ്പെടുത്തുവാൻ, തടയുവാൻ, ആദ്യം തന്നെ കയറി അറ്റാക്ക് ചെയ്യുവാൻ കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ആത്മാവിൽ പ്രാർത്ഥിച്ച് ആ ദുഷ്ടശക്തിയുടെ മേൽ ജയം പ്രാപിച്ചാൽ ആ വേലസ്ഥലത്ത് അനുഗ്രഹം ഉണ്ടാകും, വിടുതലുണ്ടാകും. അനേക കുടുംബങ്ങൾ കർത്താവിന്റെ നാമത്തിൽ അവർക്ക് വിടുതലും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനിടയായി തീരും. ആ വേളയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെയാണ് നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി ദേശത്തിൽ പോരാടുന്ന ശക്തികളെ, ബലവാനെ പിടിച്ചു കെട്ടുവാനുള്ളതായ ദൈവകൃപ ദൈവത്തിൽ നിങ്ങൾ പ്രാപിക്കുമ്പോൾ വിശ്വാസത്താൽ അവർ രാജ്യത്തെ കീഴ്പ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. അടുത്തത് നീതി നടത്തി. അടുത്തത് വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായി അടച്ചു. തീയുടെ ബലം കെടുത്തി. അടുത്തത് വാളിന്റെ വായ്ത്തലയ്ക്ക് അവർ തെറ്റി ഒഴിഞ്ഞു. ബലഹീനതയിൽ അവർ ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ അവർ വീരന്മാരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഇതായിത്തീരുന്നത്? സംശയം കൊണ്ട്, അവിശ്വാസം കൊണ്ടല്ല, വിശ്വാസത്താൽ. നമുക്കിന്ന് പകൽക്കാലം പറയാം, ഇതുവരെ എനിക്ക് വിരോധമായി വന്നതായ പ്രശ്നങ്ങൾക്ക് നേരെ ഞാൻ ഭയപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്തു. വിശ്വാസത്താൽ കർത്താവ് നിന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ നീ വിശ്വസിക്കുന്നുവോ എങ്കിൽ നീ ഒരു ബലശാലിയായി മാറും, നീ ഒരു ശക്തിയുള്ള വ്യക്തിയായി മാറും. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് എഫേസ്യർക്ക് ലേഖനം 6-ാം 10 വാക്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം നമ്മെ ബലപ്പെടുത്തുന്നത് വായിക്കാം. കർത്താവിലും അവന്റെ അമിത ബലത്തിലും നാം ശക്തിപ്പെടേണം. ദൈവത്തിന് സ്തോത്രം. ശത്രുവിന്റെ നേരെ, നമുക്ക് നേരെ അത് ശത്രു കൊണ്ടുവരുന്നതായ പരീക്ഷകൾ നമ്മുടെ മതിലിനെ തകർത്ത് കളയാതിരിക്കേണ്ടതിന് ഒന്ന്, ഒരു വിശ്രാമ ജീവിതം, ഒരു ആശ്രയ ജീവിതം നാം ചെയ്യണം. 2, ക്രിസ്തുവാണ് എന്റെ ബലം എന്ന് എപ്പോഴും നാം ഏറ്റുപറയണം. 3, കർത്താവിന്റെ കൃപയിൽ നാം ശക്തിപ്പെടുന്നവരായിരിക്കണം. 4-മതായി അത് കാൽവരി ക്രൂസിനെ സംബന്ധിച്ചുള്ള വെളിപ്പാടുള്ളവരായിരിക്കണം. 5-മതായി നാം വായിച്ചു കേട്ടത് വിശ്വാസത്തിൽ നാം ശക്തിപ്പെടുന്നവരായിരിക്കണം. 6-മതായി ദൈവ ബലത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം ശക്തി പ്രാപിച്ച് മുൻപോട്ട് പോകുമ്പോൾ വാഴ്ചകളെയും അധികാരങ്ങളെയും നമുക്ക് വിരോധമായി പോരാടുന്ന സ്വർലോകത്തിലെ ദുഷ്ടാത്മാ സൈന്യത്തെ നമുക്ക് ഇല്ലാതെയാക്കി തീർത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് മീതെ ആഞ്ഞടിക്കുമ്പോൾ
ദൈവം നിന്നെ ബലപ്പെടുത്തുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് 112 സങ്കീർത്തനത്തിന്റെ 7 വാക്യം 25 4 വാക്യം വായിച്ചിട്ട് 112 7 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. 112 7 വാക്യം 25 അധ്യായം യെശയ്യാ പ്രവചനം 4 വാക്യം വായിച്ചിട്ട് ഇത് വായിച്ചാട്ടെ. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, ദരിദ്രന് അവന്റെ കഷ്ടതയിൽ ഒരു കോട്ടയും, അടുത്ത് കൊടുങ്കാറ്റിൽ ഒരു ശരണവും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഉറപ്പിക്കുന്നതായ ധൈര്യപ്പെടുത്തുന്നതായ ഒരു അനുഭവത്തെ സംബന്ധിച്ചാണ് ഈ തിരുവെഴുത്തിൽ നമുക്ക് വായിച്ച് പഠിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ആ വാക്യത്തിന്റെ 2ാം ഭാഗം വായിച്ചാട്ടെ. 25 2ാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. 25 4 വാക്യത്തിന്റെ 2ാം ഭാഗം വായിക്കാം. നീ എളിയവന് ഒരു ദുർഗം. ദൈവത്തിന് സ്തോത്രം. എളിയവനായ ഒരു മനുഷ്യന് ദൈവം ദുർഗമായി തീരുന്നു. ഈ പ്രതികൂലം വരുമ്പോൾ നാം ദുർഗത്തിൽ ചെന്ന് പാർക്കുന്നവരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ ചില പരീക്ഷകൾ വന്നപ്പോൾ 2 സമൂവേലിന്റെ പുസ്തകം നാം വായിച്ചു നോക്കിയാൽ ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് ശത്രുക്കൾ കേട്ടപ്പോൾ ദാവീദിനെ പിടിക്കുവാനായിട്ട് വന്നു. എപ്പോഴെല്ലാം ദൈവിക അനുഗ്രഹം നമുക്ക് കിട്ടുന്നുവോ, ദൈവികമായ നന്മകൾ നമ്മൾ പ്രാപിക്കുന്നുവോ, അതിനെ തകർക്കുവാൻ വേണ്ടി ശത്രു നമ്മുടെ അടുത്ത് കടന്നു വരുന്നതായ ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. 2 സമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് ശത്രുക്കൾ അറിഞ്ഞപ്പോൾ അവന്റെ നേരെ കടന്നു വന്നു എന്ന് 17-ാം വാക്യം 5-17 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് വായിക്കാം. എന്നാൽ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യർ ഒക്കെയും ദാവീദിനെ പിടിപ്പാൻ വന്നു. ദാവീദ് അത് കേട്ടിട്ട് ദുർഗത്തിൽ കടന്നു പാർത്തു. ദാവീദ് അത് കേട്ടിട്ട് ദുർഗത്തിൽ ചെന്ന് പാർത്തു. എളിയവന് ദൈവം ഒരു ദുർഗമായി തീരുകയാണ്. അപ്പോൾ ഈ ഭയങ്കരന്മാരുടെ ചീറ്റൽ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എളിയവരായി നമ്മെ ദൈവം കൊണ്ടുപോയി ഒരു ദുർഗത്തിൽ ദൈവം നമ്മെ പാർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവിക സംരക്ഷണയിൽ ദൈവം നമ്മെ കൊണ്ടുപോയി ദാവീദിനെ അവിടെ കൊണ്ട് പാർപ്പിച്ചു. എന്നാൽ അവിടെ കൊണ്ട് ദൈവം നിൽക്കുന്നില്ല. ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ശത്രുവിനെ പിന്തുടരുവാൻ ദൈവം ദാവീദിനെ ശക്തീകരിക്കുകയുണ്ടായി. നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ഒരു മാനുഷികമായ ചിന്താഗതിയോടുകൂടെ അതിനെ എതിർക്കാതെ നീ ദുർഗത്തിൽ ചെന്ന് ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ എന്ത് ചെയ്യേണ്ടു? ഈ ഫെലിസ്ത്യ ശക്തി എന്നെ കീഴ്പ്പെടുത്തുവാൻ കടന്നു വന്നിരിക്കുന്നു. എനിക്ക് അഭിഷേകം ഉള്ളത് കൊണ്ട് ഞാൻ ഓടിച്ചെന്ന് അതിനെ കീഴ്പ്പെടുത്തുകയല്ല, എനിക്ക് നിന്റെ ആലോചന ആവശ്യമാണ്. ചിലർക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ എടുത്തുചാട്ടം കാണിക്കുന്നവരുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവസാനമായി അത് അബദ്ധത്തിൽ ചെന്നുപെടും. ദാവീദ് നന്നായിട്ട് അറിയാം ഇവരെ കീഴ്പ്പെടുത്തണമെങ്കിൽ ദൈവിക ആലോചന ആവശ്യമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിന്റെ ആലോചനയ്ക്കായി താൻ മുട്ടുമടക്കി. അടുത്ത വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ പിന്നീട് ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നതായി നമുക്ക് കാണാം. വായിച്ചു നോക്കിയാട്ടെ. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ, അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. പുറപ്പെടുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ ആദ്യം ദുർഗത്തിൽ ചെന്ന് പാർത്തു, എന്നിട്ടാണ് ദൈവത്തോട് ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ദുർഗങ്ങളിൽ ചെന്ന് പാർത്തതായി ദാവീദ് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം തന്നോട് പറയുകയാണ്, നീ പുറപ്പെട്ടു ചെല്ലുവാൻ ദാവീദിനോട് ആവശ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, അഭിഷക്തരാണെങ്കിലും ദൈവകൃപയുള്ളവരാണെങ്കിലും ദൈവിക ആലോചന പ്രകാരം നിങ്ങൾ യുദ്ധത്തിന് പോകുന്നവരാണെങ്കിൽ ശത്രു ഒരു നാൾ നമ്മെ ജയിക്കുകയില്ല. ആദ്യം നാം ഒരു ദുർഗത്തിൽ ചെന്ന് പാർക്കണം. ദൈവം നമുക്കായി ഒരുക്കുന്നതായ ആ പ്രത്യേക സ്ഥലത്ത് ആ ദൈവിക സംരക്ഷണയിൽ നാം ജീവിക്കുന്നവരായിരിക്കണം. അടുത്തതായിട്ട് ദാനിയേൽ പ്രവചനം 11:32 വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ നാം ദൈവത്തെ അറിയുന്നവരാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മെ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. വായിക്കാം. 11:32 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുപോയി സ്ഥാപിക്കപ്പെടുന്നതായ മ്ലേച്ഛ വിഗ്രഹത്തെ സംബന്ധിച്ച് അവിടെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 11:32 വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിയമത്തിന്
വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വസലാക്കി കളയും. അതിന്റെ മേലത്തെ വാക്യത്തിൽ ഈ മ്ലേച്ഛ വിഗ്രഹത്തെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത വാക്യത്തിലാണ് നാം ഇത് വായിക്കുന്നത്. അടുത്തത്, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്നതായ ജനം ഉറച്ചുനിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. എളിയവനെ ദൈവം ഉറപ്പിക്കും, അല്ലെങ്കിൽ അവനെ ദുർക്കത്തിൽ ചെന്ന് പാർപ്പിക്കുകയാണ്. ആരെയാണ്? ദൈവത്തെ അറിയുന്ന ജനമാണ് എപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 91 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അവൻ എന്റെ നാമത്തെ അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ നാമത്തെ നാം അറിയുമ്പോൾ നമുക്ക് ഉയർച്ച കിട്ടുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഫിലിപ്പിയർക്ക് ലേഖനം വായിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ താൻ പറയുന്നു. ഫിലിപ്പിയർക്ക് ലേഖനം വായിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഗ്രഹിച്ചറിയേണ്ടതിന് വല്ലവിധനെയും മരിച്ചവരെന്നുള്ളതായ ഉയർപ്പ് പ്രാപിക്കേണ്ടതിന് എന്ന് പൗലോസ് പറയുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിനെ ഞാൻ നേടേണ്ടതിന്, ന്യായപ്രമാണത്താലുള്ളതായ എന്റെ സ്വന്തം നീതിയാലല്ല, ക്രിസ്തുവിൽ നിന്നുള്ളതായ നീതി തന്നെ നേടേണ്ടതിന്, അവനെ അറിയേണ്ടതിനും അവന്റെ മരണത്തോട് ഞാൻ അനുരൂപനായി മാറണമെന്ന് താൻ ആഗ്രഹിക്കുകയാണ്. തനിക്ക് ക്രിസ്തുവിനെ നേടേണ്ടതിന്, ക്രിസ്തുവിനെ അറിയേണ്ടതിന് എല്ലാം ഛേദമെന്ന് എണ്ണിക്കൊണ്ട് താൻ മുൻപോട്ട് പോയി. ദൈവത്തെ അറിയുന്ന ജനം എല്ലാ കാലഘട്ടങ്ങളിലും അവർ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. ദൈവത്തെ അറിയുന്നവർ ദൈവം ഉയർത്തിക്കൊണ്ടേയിരിക്കും. ദൈവത്തെ അറിയുന്നവർ യേശു മടങ്ങി വരുമ്പോൾ യേശുവിനെ എതിരേൽക്കുവാൻ അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കും. യേശുവിനെ അറിയുന്നതായ തന്റെ ജനത്തെ അവൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അവൻ എന്നെ അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ ഉയർത്തുമെന്ന് പറഞ്ഞ വചനപ്രകാരം നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം നിങ്ങളെ ഉയർത്തട്ടെ. ദൈവത്തെ നാം അറിയുന്നവരായിരിക്കാം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നാം ജീവിക്കുന്നവരായിരിക്കാം. അവസാനമായിട്ട് 1-2 വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്നിട്ട് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 25-ന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, പെരുവെള്ളത്തിന് അവനെ രക്ഷിക്കുകയാണ്. വായിച്ചാട്ടെ. മതിലിന് മീതെ ആ ശക്തിയുള്ളതായ ആ ദുഷ്ടശക്തികൾ ആഞ്ഞടിക്കുമ്പോൾ ദൈവം എങ്ങനെ നമ്മെ സംരക്ഷിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. വേഗം ഒന്ന് വായിച്ചാട്ടെ. ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോന്നും നമുക്ക് വായിച്ച് ചിന്തിക്കുവാൻ ധാരാളമായ വിഷയങ്ങൾ അതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. 7-ാം അധ്യായത്തിന്റെ 25, 24, 25 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, ഒരു ഉറപ്പുള്ളതായ അടിസ്ഥാനത്തിന് മീതെ പണിയപ്പെടുന്നതായ വീട്, ദൈവത്തിന് സ്തോത്രം, വൻമല ചൊരിഞ്ഞു, കാറ്റടിച്ചു, നദികൾ പൊങ്ങി ആ വീടിന് മീതെ അളച്ചു. എന്നാൽ അത് ഉറപ്പുള്ളതായതുകൊണ്ട്, അത് പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്നത് കൊണ്ട് അത് വീണുപോയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മീക ജീവിതത്തിനെതിരെ പല രീതിയിലുള്ള കൊടുങ്കാറ്റും പ്രതികൂലങ്ങളും ശക്തിയായി ഉയർന്നതായി തിരമാലകളും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നാം ഒരിക്കലും ഭയപ്പെടേണ്ട. ധൈര്യമായി നമുക്ക് മുൻപോട്ട് പോകാം. നാം അടിസ്ഥാനമിട്ടിരിക്കുന്നത് ക്രിസ്തുവിലാണ്. 32-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ മതിൽ തകർന്നു പോകാതെ, ഈ മതിൽ ഉറപ്പുള്ളതായിരിക്കേണ്ടതിന്, ഈ പെരുവെള്ളം അടുത്തു വരുമ്പോൾ അത് നമ്മെ തകർത്ത് കളയാതിരിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുവാൻ നാം തയ്യാറാകണം. വായിച്ചാട്ടെ. 32-ന്റെ 5-ാം വാക്യം വായിച്ചാട്ടെ. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം ഒരിക്കലും എത്തുകയില്ല. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പറ്റും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അവന്റെ അടുക്കലോളം അത് എത്തുകയില്ല. ആരുടെ അടുക്കൽ? തന്റെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളെ സമർപ്പിച്ച്
തന്റെ ലംഘനങ്ങളെ മറയ്ക്കാതെ ദൈവത്തോട് ഒരു ദൈവ പൈതൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നേരെ ശത്രു കൊണ്ടുവരുന്നതായ എല്ലാ പെരുവെള്ളവും അവന്റെ അടുക്കളയിൽ എത്തുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം അതിനു മുമ്പേ അത് തടഞ്ഞു കളയും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു മിനിറ്റ് കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഒരുപാട് വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി അത് പറയുവാനും ചിന്തിക്കുവാനുണ്ടെങ്കിലും നമ്മുടെ സമയം മുൻപോട്ട് പോകുന്നു. ഒരു മിനിറ്റ് നമ്മുടെ കണ്ണുകളെ അടച്ച് കർത്താവിനോട് പറയാം. ദൈവം ഈ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ രക്ഷയെ ദൈവം നമുക്ക് മതിലാക്കി തന്നിരിക്കുകയാണ്. മാത്രമല്ല ദൈവം ഈ മഹത്തായ സത്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ശത്രു ഏതെല്ലാം രീതിയിൽ ഈ മതിലിനെ തകർക്കുവാൻ ശ്രമിച്ചാലും ഈ മതിൽ അടിസ്ഥാനമുള്ളതും ഉറപ്പുള്ളതുമാകുന്നതുകൊണ്ട്, ദൈവം പണിതാകുന്നത് കൊണ്ട് ശത്രുവിന് അതിനെ തൊടുവാൻ ഒരിക്കലും സാധിക്കത്തില്ല. നിന്നെയോ, നിന്റെ ഭവനത്തെയോ, നിന്റെ കുഞ്ഞുങ്ങളെയോ, നിന്റെ കുടുംബത്തെയോ തൊടുവാൻ ശത്രുവിന് ദൈവം അനുവദിച്ചിട്ടില്ല എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ആ മതിൽ അത് സാധാരണ ഒരു മതിലല്ല. സക്രിയ പ്രവചനത്തിൽ വായിക്കുമ്പോൾ അതൊരു തീ മതിലാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ദൈവം ആ ഒരു ദൈവഭക്തനെ പ്രാർത്ഥിച്ചതായി ദൈവഭക്തനെ ചുറ്റും തീ മതിൽ കൊണ്ട് കാവൽ ചെയ്തതുപോലെ നിന്റെ പ്രാർത്ഥന നിന്നെ ഒരു തീ മതിലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ദുഷ്ടശക്തികൾ പോരാടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ തീ അതിനെ ദഹിപ്പിക്കുന്നതായിരിക്കും. ആരും നിന്നെ തൊടുവാൻ നിന്റെ ദൈവം സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വായിക്കുന്നത്, നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനെ ചുറ്റി തീ മതിലായിരിക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്ക് ഒരു തീ മതിലോട് നീ മടങ്ങിപ്പോയാട്ടെ. ഒരു അഭിഷേകത്തിന്റെ വലയത്തിന്റെ ഉള്ളിലേക്ക് നീ കടന്നു വന്നാട്ടെ. ആ മതിലിനെ തകർക്കുവാൻ പരിശ്രമിച്ചതായ വഞ്ചിക്കുന്ന ദുഷ്ടശക്തിയെ ആത്മാവിൽ ജയിക്കുവാൻ ഒരു അഭിഷേകത്തോട് നീ മടങ്ങിപ്പോയാട്ടെ. എങ്കിൽ സാത്താൻ ഈ ശക്തികൾ നിന്നെ തൊടുകയില്ല. അന്ധകാര ശക്തികൾ നിന്റെ ഭവനത്തോട് അടുക്കുവാൻ പോലും ദൈവം സമ്മതിക്കുകയില്ല. നീ മുൻപോട്ട് പോകുന്ന വഴിയിലൊക്കെയും ഒരു ദൈവിക സംരക്ഷണ ഉണ്ടായിരിക്കും. കർത്താവ് ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിച്ചതായ ഈ തിരുവെഴുത്തിന് മുൻപിൽ നിന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ അഗ്നിമതിലിന്റെ ഉള്ളിൽ നിന്നെ സംരക്ഷിക്കുന്ന ദൈവം ഇപ്പോൾ തന്നെ തന്റെ കൃപയാൽ നിന്നെ നിറച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും.